എസ്റ്റേ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കാലമൊക്കെ അല്ലേ, വ്യത്യസ്തമായ കറി രീതിയിലാണ് നമ്മളിവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു കാളനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലാണ് കാളൻ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ അമ്മച്ചിമാരവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ ആൻറ്റിയുടെ ഒരു കടയാണിത്. അങ്ങനെ സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എസ് ജെ ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാളൻ, പച്ചക്കായ കൊണ്ടുള്ള കാളൻ കറി. പഴുക്കാറായ ചെനച്ച കായ വെച്ചിട്ടുള്ള കാളൻ കറിയാണ്. ഇത് ഞങ്ങളുടെ ഒരു കടയാണ്, നടത്തുന്ന കടയാണ്. എടപ്പള്ളി ടോള് പുക്കാട്ടുപടി റോഡിലുള്ള മദേഴ്സ് കോർണർ എന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ ഹോട്ടൽ. കാളന് ആവശ്യമായ സാധനങ്ങൾ: കായ, പച്ചക്കായ, ഒരുവിധം ചെനച്ച കായ, പിന്നെ തേങ്ങ ചിരകിയത് 1.5 തേങ്ങ, തൈര് ആവശ്യത്തിന്, പുളി ആവശ്യത്തിന്, ഉള്ളി, കടുക്, ഉലുവ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക് 2ആയി കീറിയത്, വറ്റൽമുളക്. ഇത്രയും സാധനങ്ങൾ കാളന് ആവശ്യമായത്. ഇനി നമുക്ക് ഇതുണ്ടാക്കാം. ഇതിനകത്ത് കുറച്ച് വേപ്പില, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി ഇതും കൂട്ടി നമ്മൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ഉണ്ടാക്കാം. നമ്മൾക്ക് സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേന് കടുക്, ഉലുവ നമ്മളിട്ടുണ്ട്, മുളകിട്ട്, വറ്റൽമുളകിട്ട്, നമ്മൾ പച്ചമുളക് നീളത്തിൽ കീറിയത് അതിട്ട്, ഉള്ളിയിട്ട്, വേപ്പിലയിട്ട്, അതൊക്കെ കൂടി ഇട്ടപ്പോൾ നല്ലൊരു മണം വന്നുണ്ട്. ഇത് നമ്മൾ മുരിഞ്ഞ് കഴിയുമ്പോൾ കോഴി മാറ്റി വെക്കും. ഇത് ലാസ്റ്റ് നമ്മൾ ഇടുകയുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് ഈ ബാക്കി വന്ന വെളിച്ചെണ്ണക്കാട് നമ്മൾ ആ ചെനച്ച കായ അരിഞ്ഞ് വെച്ചത് ഇതിനകത്തിട്ട് വഴറ്റണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നമ്മൾ ഇതിനകത്ത് ഈ കാ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് കിടന്ന് ചെറിയ തീയിൽ കിടന്നിങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ്. നമ്മൾ വേവിച്ചിട്ട് നമ്മൾ മോര് കറി വെക്കണേലും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ. എന്നിട്ട് ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങ അരച്ചത് അതും കൂടി ഇതിനകത്തിട്ട് വഴറ്റും. അതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കുള്ളൂ. തൈര് ഒഴിച്ച് നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കണ്ട. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് വേണ്ട. ഇപ്പം ആ ചെറിയ ആ ഒരു പഴുപ്പുള്ള കായ ആയതുകൊണ്ട് വേഗം ശരിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങ അരച്ചതും കൂടി ഇട്ട് ഈ ഇങ്ങനെ വറുത്ത് പോയി വെച്ചത് ലാസ്റ്റ് ഇടാൻ പാടില്ല, എന്നാലും ആ ഭംഗിയിൽ അത് കിടക്കുള്ളൂ. ഇത് നമ്മൾ ഇത് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് ഇത് താളിച്ച് മാറ്റി വെച്ചാൽ മതി. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കറി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആക്കി കിട്ടും. ഇത് ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും ഇരിക്കും. പുറത്ത് തന്നെ വെച്ചാൽ മതി, കേടാവില്ല. അത് നമ്മൾ ഇങ്ങനെ വഴറ്റിനോണ്ടാണ് അത് കേടാവാണ്ടിരിക്കുന്നത്. എല്ലാം പറ്റി പോണേണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കേടാകാണ്ടിരുന്നുള്ളൂ. ഇനി ഇതങ്ങോട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങ അരച്ച് മൂടിയിട്ട് അരച്ച് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി ഇട്ട് അരക്കണം. ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ അത് വഴറ്റാൻ നേരത്ത് നമ്മൾ ഒരു കഷ്ണം ഇട്ടാൽ നല്ലതാണ്. എന്നിട്ട് ഇതും കൂടി ഇട്ട് നമ്മൾ വഴറ്റുന്നുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക് ഇടില്ല. പച്ചമുളക് നമ്മൾ ആദ്യം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് ഇത് നന്നായിട്ട് ഈ ഇതും കൂടി വഴറ്റിക്കൊണ്ടിരുന്ന് അത് കഴിഞ്ഞ ശേഷം നമ്മൾ തൈര്, അപ്പോൾ കട്ട തൈരാണെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട്, പിന്നെ പുളിയിഞ്ചി ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇതില്ല, തേങ്ങ വേണ്ട. പുളിയിഞ്ചി ആകുമ്പോൾ പുളിയിഞ്ചി നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കും. ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെയൊക്കെ സാധനങ്ങളൊക്കെ ചേർത്ത് പുളി പിഴിഞ്ഞൊഴിച്ച് ശർക്കര ഇട്ട്
പുളി അതും നല്ല ടേസ്റ്റിയാണ്. കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഈ അരപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് വഴറ്റുമ്പോൾ പച്ചച്ചവ മാറും. കണ്ട ഇപ്പോൾ ഒരു മണമൊക്കെ വന്നുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഇതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ വന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണേണ്. അത് ആ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ട് തിരുമ്മി ഒഴിച്ചു. ചെറിയ തീയിൽ ഇതൊന്നും അങ്ങോട്ട് എല്ലാം കൂടി ഇതിൽ ഒന്ന് പിടിച്ച് വെന്ത് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് തൈര് ഇതെല്ലാം കഴിഞ്ഞിട്ട് തൈരിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അധികം നേരം വെക്കണ്ട. എല്ലാം കുറച്ച് വെള്ളം കിട്ടും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു വേണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടി തന്നേരി. കണ്ട ഇതിങ്ങനെ ഇതിനകത്ത് കിടന്ന് ഒന്ന് കണ്ട നല്ല കുറുകി ഈ നമ്മൾ തൈരൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. പുളിയുള്ള തൈര് വേണം. ഈ തൈര് നമ്മൾ ഉണ്ടാക്കി എടുക്കണേ ഏറ്റവും നല്ലത്. ഇത്തിരി പാല് തിളപ്പിച്ചിട്ട് ഒഴിച്ച് വെച്ചാൽ പിറ്റേ ദിവസം നല്ല കട്ടത്തൈരായിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒരു കറക്കി ഇതിനകത്തേക്ക് ഇട്ടാൽ ഇതിങ്ങനെ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ പായസത്തിൻ്റെയൊക്കെ പോലെ കണ്ട പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തീ കുറച്ച് വെക്കണം. ഈ അരപ്പ് അരിയുള്ളതുകൊണ്ടേ പൊട്ടിത്തെറിക്കണ വേണ്ട. ഇപ്പം തീ കൂട്ടുമ്പോൾ നോക്കിക്കോട്ടെ പൊട്ടിങ്ങനെ നമ്മുടെ മേത്തോട്ട് തെറിക്കാന്നുണ്ട്. കണ്ടാ പായസത്തിനൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ കുറച്ചിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വേവിച്ചാൽ മതി. തൈര് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അധികം നേരം ഇട്ട് തിളപ്പിക്കരുത്. തൈര് കുറച്ച് മുമ്പ് അങ്ങനെ ഇട്ട് അധികം നേരം ഇട്ട് തിളപ്പിക്കണ്ട. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഇപ്പം അരപ്പ് വാടി കായൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇന്നിപ്പോൾ വെച്ചിട്ട് നാളെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തൈര് ഇതിനകത്തേക്ക് ഇടണേ. തൈര് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അധികം കത്തിക്കണ്ട. അത് നമ്മൾ തീ കുറച്ച് വെച്ച് ഈ വറുത്ത് കോഴി നമ്മൾ നേരത്തെ വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് മിക്സിയിൽ അത് കട്ട ഉണ്ടെങ്കിൽ അടിച്ചിട്ടാൽ മതി. അങ്ങനെ ഇട്ടാൽ മതി. കണ്ട ഇത് നാളെ ഇനി ഒന്നും കൂടി കൊടുക്കും. അപ്പം നല്ല കറക്റ്റ് പാകത്തിന് ഉണ്ടാകും. അപ്പം ഇതെല്ലാം ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഉണ്ടാകും. ടേസ്റ്റി ഫുഡിന്റെയും മദേഴ്സ് കോർണറിന്റെയും ഓണാശംസകൾ.